എല്ലാവർക്കും കൃഷ്ണ 709 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചന്ദ്രഗ്രഹണം നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചു എന്നതിനെ കുറിച്ചാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി ഒത്തുനോക്കുക. വീഡിയോ കാണുന്നതിന് മുന്നേ 1 മിനിറ്റ് കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവ് എനർജിയിൽ കൂടി മാത്രം ചിന്തിക്കുക. വീഡിയോ കാണുക. The Tower, Five of Pentacles, Nine of Swords, Page of Wands, the Chariot, Six of Wands, High Priestess, Two of Wands, the Hermit. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരാളായിരുന്നു നിങ്ങൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും എന്ന് വെച്ചാൽ പണമോ പ്രസക്തിയോ മാത്രമല്ല, മനസമാധാനത്തിൻ്റെ രാജകീയ സുഖങ്ങളായാലും മതി. അങ്ങനെ ജീവിച്ചവർക്കിടയിലേക്ക് കടന്നു വന്ന ചില പ്രതിസന്ധികൾ, മോശം സമയമായിരുന്നു എല്ലാത്തിനും. ജീവിതമാകെ താറുമാറായി എന്ന് തോന്നുന്ന വിധം നിങ്ങളെ മാറ്റിമറിച്ചിരുന്ന സമയമായിരുന്നു കഴിഞ്ഞു പോയത്. തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ബന്ധങ്ങളിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിട്ടിരിക്കാം. തൊഴിൽപരമായും അങ്ങനെ തന്നെയാണ്. അതുവരെയുള്ള ജീവിതത്തിൽ വളരെ മോശം സമയത്തിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്നാണ് ഇവിടെ ഡിവൈൻ സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ ഡൈവേഴ്സ് വരെ ചെന്നെത്താവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. കാര്യങ്ങൾ ചെറിയ നിസ്സാര പ്രശ്നങ്ങളായിരിക്കാം, പക്ഷേ അത് പറഞ്ഞു തീർക്കാനുള്ള, വിശാലമായി സംസാരിക്കാനുള്ള വൈമുഖ്യം നിങ്ങളുടെ ബന്ധത്തിൽ കല്ലുകടിയായി തീർന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രണയത്തിന്റെ കാര്യത്തിൽ ആണെങ്കിൽ പിന്നെ ഒരു ബ്രേക്കപ്പ് ആണ് കാണുന്നത്. നോ കോണ്ടാക്ട് ആകാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആകാം. ഒരു ആശയവിനിമയത്തിനുള്ള സാധ്യതയെ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്.
ശാരീരികമായും വളരെ മോശപ്പെട്ട സമയമാണ് കടന്നുപോയത്. അപകടങ്ങൾ വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ കടന്നു വരുന്നവർ, അതാണ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ എനർജി. അത് ചിലർക്കത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എനർജിയും കൂടിയാകാം. വലിയ മാറ്റമൊന്നുമില്ലാതെ കഴിഞ്ഞ കാലത്തെ അതേ അവസ്ഥയിൽ തന്നെ അതിൽ നിന്നൊരു വ്യക്തമായ മോചനം ലഭിക്കാത്തവരും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, കുടുംബ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, തൻ്റെ പേഴ്സണലുമായി റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാത്തിനും ഒരു തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ സമയമാണിത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട അവസ്ഥയിലാണ്. അതിൽ നിന്ന് നിങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകളിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് മോചനം ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ ഒരു കാര്യം മടി കൂടാതെ ചെയ്യണം. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്നു പറയണം. അസുഖങ്ങളോ മറ്റോ മൂലമാണെങ്കിൽ ബന്ധുക്കളോട് പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിൽ സുഹൃത്തുക്കളോട് പറയാം. ജോലി സംബന്ധമാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അവഗാഹമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാം. അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ മേൽ ഇപ്പോഴുള്ള ഭാരം ലഘൂകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ കാണുന്നവരിൽ പലരും മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ കുറച്ച് സമയം അതിനായി കണ്ടെത്തിയാൽ മതി. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാൻ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതിനായി പരിശ്രമിക്കണം. സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഠിനമായ പരിശ്രമം വേണ്ടിവരും എന്നാണ് ഇവിടെ കാണുന്നത്. എങ്കിലും നിങ്ങൾ നിരാശയോടെ ഒന്നും നോക്കി നിൽക്കാൻ പാടില്ല. വിജയിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഈ പരിഹാരത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ നയിക്കും. പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഒരുപാടാണ്. അതിനെയൊക്കെ ദൃഢനിശ്ചയം കൊണ്ടും നിശ്ചയദാർഢ്യവും പരിശ്രമവും കൊണ്ടും മറികടക്കണം. അതിന് കഴിയും വിധം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുക. ഭാവിയെക്കുറിച്ച് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജിയോടുകൂടി ചിന്തിക്കുക. നല്ല നാളെയെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിക്കുക. സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. ചുറ്റുപാടുകളിൽ അലയാൻ മനസ്സിനെ അനുവദിക്കാതിരിക്കണം. അല്ലെങ്കിൽ അത് നിയന്ത്രിക്കണം. മനസ്സ് പരക്കം പായുന്നത് ഒഴിവാക്കണം. സ്വന്തം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരു നല്ല ആസൂത്രകനാകാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇന്നിപ്പോൾ വലിയ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത്. അത് വരുന്ന കാലത്തേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. സ്വപ്നങ്ങളിൽ കെട്ടിപ്പൊക്കുന്ന ഭദ്രത നാളെയിലേക്ക് ആവാഹിക്കാൻ പരിശ്രമിക്കണം. പുതിയ സമ്പാദ്യശീലങ്ങൾക്ക് തുടക്കം കുറിക്കണം. സാമ്പത്തികമായി ഇപ്പോൾ തന്നെ വളരെ മോശം സമയമാണ്. പിന്നെങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്നായിരിക്കും ചിന്തിക്കുക. എങ്കിലും ചെറിയ സമ്പാദ്യമെങ്കിലും ശീലമാക്കുക. നമ്മുടെ ജീവിതരഥം നമ്മളല്ല ചലിപ്പിക്കുന്നത്. ഇന്ന് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അതിനെ തരണം ചെയ്ത് നല്ലൊരു നാളെ കെട്ടിപ്പൊക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഇന്നുള്ള കഷ്ടതകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം വരാൻ വേണ്ടി പോകുന്നു.
നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാത്രികളിൽ സ്വപ്നം കണ്ട് ഞെട്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പേടി സ്വപ്നങ്ങൾ, ഭയപ്പെടുത്തുന്നവ എന്നിവ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കഷ്ടപ്പാടാണല്ലോ, ഞാൻ ഈ ബാധ്യതകൾ എങ്ങനെ തീർക്കും എന്നൊക്കെ ആലോചിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് എന്നാണ് ഇവിടെ ഡിവൈൻ സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളുടെ നിലനിൽപ്പിന് പരസ്പരം സംസാരിക്കലേ നടക്കൂ. ഒരാൾ ഇക്കരയും മറ്റേയാൾ അക്കരയുമായാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ പരസ്പരം സംസാരിക്കണം. ചെറിയ ചെറിയ പിണക്കങ്ങൾ വരെ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുള്ള സമയമാണ്. അതിന് വഴിവെച്ച് കൊടുക്കരുത്. എന്ത് കാര്യങ്ങളായാലും പരസ്പരം തുറന്ന് സംസാരിക്കണം. അതിന് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ ആ രീതിയിലുള്ള സഹായമോ ഉപദേശമോ തേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ. ജീവിതമെന്ന മഹാനദിയിൽ മറുകര കാണാതെ നിൽക്കുകയാണ് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കര കാണും. അതിന് ഏറെ ദൂരമൊന്നുമില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം കൊണ്ടുതരും. എല്ലാ കാലവും കഷ്ടതകളിൽ നീരപ്പുകഞ്ഞു നിൽക്കേണ്ട ആളല്ല നിങ്ങൾ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം നിങ്ങൾ നേടും, തീർച്ചയാണ്. നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ വരുമാനം അപ്രതീക്ഷിതമായി കിട്ടിയെന്ന് വരാം. തൻ്റെ മുന്നിൽ ഇനിയൊന്നുമില്ല എനിക്ക് കിട്ടാൻ, ഞാൻ ശൂന്യത മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നും. ഒന്നുമില്ല മുന്നിൽ, കഷ്ടപ്പാടുകൾ മാത്രമാണ്. പക്ഷെ ഈ ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയായിട്ട് എന്തെങ്കിലും കൊടുത്തരും. ചിലപ്പോൾ ധനപരമായി എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടുംബ സ്വത്ത് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറി അടിച്ചെന്ന് വരാം. അങ്ങനെ നിങ്ങൾ എന്തായാലും നിരാശനാവേണ്ട. നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള സമയം അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കും എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത്. നിങ്ങൾ പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ട് തന്നെ പോയിക്കോളൂ. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുക തന്നെ ചെയ്യും. ഇത്രയുമാണ് നിങ്ങളെ ഗ്രഹണവുമായി ബന്ധപ്പെട്ട, ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളും പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇതുപോലുള്ള നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.